ചന്ദ്രനിലൂടെ ചൂളം വിളിച്ചു പായുന്ന ട്രെയിനുകൾ. ചിരിക്കണ്ട, ചന്ദ്രനിൽ ട്രെയിൻ സർവീസിന് ഒരുങ്ങുകയാണ് നാസ. നെറ്റി ചുളിക്കേണ്ട ആരും. കാരണം റോബോട്ടുകൾ നീങ്ങുന്ന വണ്ടികളാണ് ചന്ദ്രനിൽ ട്രെയിനുകൾ പോലെ നീങ്ങാൻ ഒരുങ്ങുന്നത്. റോബോട്ട് ട്രെയിൻ സർവീസ്, ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക്, ഫ്ലോട്ട്, ഇങ്ങനെയാണ് ഈ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേര്. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യനെ ഇറക്കാൻ പദ്ധതിയിടുന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു സുപ്രധാന തീരുമാനം. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന നാസയുടെ ആർട്ടിമിസ് ദൗത്യത്തിന്റെ ഭാഗമാണ് ഫ്ലോട്ട്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ബഹിരാകാശ യാത്രികരുടെ ചാന്ദ്ര പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന റോബോട്ടിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം സജ്ജമാക്കുന്നതിനെയാണ് ഫ്ലോട്ട് ലക്ഷ്യമിടുന്നത്. 2030 ചന്ദ്രനിൽ നിന്ന് ദൈനംദിന പ്രവർത്തനങ്ങളും സിഗ്നലുകളും ഭൂമിയിലെത്തിച്ച് ക്രോഡീകരിക്കുകയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നും നാസ പറയുന്നു. പ്രാരംഭഘട്ടത്തിൽ യന്ത്രങ്ങളുടെ സുഗമ പ്രവർത്തനത്തിന് മാത്രമാകും ഫ്ലോട്ട് ഉപയോഗപ്പെടുത്തുക. കാന്തങ്ങളാൽ നിർമ്മിച്ച റോബോട്ടിനെയാണ് പ്രവർത്തിപ്പിക്കുക. ചന്ദ്രോപരിതലത്തിലെ പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിനും കുറ്റമറ്റ തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നതിനും 3 പാളികളുള്ള ഫിലിം റാക്കിനുള്ളിലാകും റോബോട്ട് പ്രവർത്തിക്കുക. പ്രത്യേകം സജ്ജമാക്കിയ വണ്ടിക്കുള്ളിലാകും ഈ റോബോട്ടുകൾ നീങ്ങുക. മണിക്കൂറിൽ 1.61 കിലോമീറ്റർ വേഗതയിലാകും ഇത് പ്രവർത്തിക്കുക. നാസയുടെ ഭാവി ചന്ദ്രാപര്യവേക്ഷണ സ്ഥലത്തു നിന്നും 100 ടൺ സാമഗ്രികളെ വഹിക്കാൻ റോബോട്ടിന് സാധിക്കും. 2026 സെപ്റ്റംബറോടുകൂടി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാകും ഫ്ലോട്ടിനെ ഉപരിതലത്തിൽ ഇറക്കുക. ബഹിരാകാശത്തെ പുത്തൻ പര്യവേക്ഷണങ്ങളുടെ ഭാഗമായി സയൻസ് ഫിക്ഷൻ സ്വഭാവത്തിലുള്ള പദ്ധതികൾ വികസിപ്പിക്കാനായി ആരംഭിച്ച നാസാസ് ഇന്നോവേറ്റീവ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ആണ് ചന്ദ്രനിലെ റെയിൽവേ പദ്ധതിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. 2030 ചന്ദ്രോപരിതലത്തിലൂടെ ചരക്ക് ഗതാഗതം സാധ്യമാക്കുകയാണ് നാസ ലക്ഷ്യമിടുന്നത്. ചന്ദ്രനിൽ പേലോഡ് ഗതാഗതത്തിനായി ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വയം നിയന്ത്രിതവും കാര്യക്ഷമവുമായ ആദ്യത്തെ റെയിൽവേ സംവിധാനം ഒരുക്കുകയാണ് നാസ ലക്ഷ്യമിടുന്നത് എന്നാണ് പ്രോജക്ട് തലവൻ എഥാൻ സക്കാലർ വെളിപ്പെടുത്തുന്നത്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ റോബോട്ടിക്സ് എഞ്ചിനീയറാണ് എഥാൻ. ഒരു ബ്ലോഗ് പോസ്റ്റിലൂടെയാണ് വിസ്മയിപ്പിക്കാൻ പോകുന്ന നാസയുടെ പുതിയ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത്. മാഗ്നറ്റിക് റോബോട്ടുകളായിരിക്കും ട്രെയിനുകൾ നിയന്ത്രിക്കുക എന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നു. ചക്രങ്ങളോ കാലുകളോ ട്രാക്കുകളോ ഒക്കെയുള്ള പതിവ് ചാന്ദ്ര റോബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇവയ്ക്ക് ചലിക്കുന്ന അവയവങ്ങൾ ഉണ്ടാകില്ല. ചന്ദ്രനിലെ പൊടിപടലം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ട്രാക്കിന് മുകളിലൂടെ ഒഴുകി നടക്കുകയാകും ഇവ ചെയ്യുക എന്നും എഥാൻ പറഞ്ഞു. റെയിൽവേ ട്രാക്കുകളും നമ്മൾ കണ്ടു പരിചയിച്ചതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും. പരമ്പരാഗത റോഡ്, റെയിൽവേ, കേബിൾ വേ സംവിധാനങ്ങളെ പോലെ ചന്ദ്രോപരിതലത്തിൽ ട്രാക്കുകൾ നേരത്തെ നിർമ്മിച്ചു വെക്കില്ല. റോബോട്ട് ഉപരിതലത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് പായ പോലെ ചുരുൾ നിവരുന്ന പോലെയായിരിക്കും ട്രാക്കുകൾ സജ്ജമാക്കുക. ഏത് തരത്തിലുള്ള പേലോഡ് സാധന സാമഗ്രികളും ആവശ്യമായ വേഗത്തിൽ കൊണ്ടുപോകാൻ ഫ്ലോട്ട് റോബോട്ടുകൾക്ക് സാധിക്കും. വൻ സജ്ജീകരണങ്ങളുള്ള ട്രെയിനിൽ 10 ലക്ഷം കിലോഗ്രാം ഭാരമുള്ള സാധനങ്ങൾ വരെ ഒരു ദിവസം കിലോമീറ്ററുകൾ ദൂരം കൊണ്ടുപോകാനാകും. അടുത്ത ഘട്ടത്തിൽ ചന്ദ്രനിലൂടെ മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകാവുന്ന തരത്തിൽ ഫ്ലോട്ട് ട്രെയിനുകൾ വികസിപ്പിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ചന്ദ്രോപരിതലത്തിലെ മനുഷ്യ പര്യവേക്ഷണങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങളുമായിട്ടായിരിക്കും റോബോട്ടുകളെ വികസിപ്പിക്കുക. മനുഷ്യന്റെ ചാന്ദ്ര പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വെല്ലുവിളികൾക്കെല്ലാം ഇതുവഴി വലിയ അളവിൽ പരിഹാരം കാണാനാകുമെന്നും നാസ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.